ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം കൃപയാൽ നമ്മെ സഹായിച്ചതിനെ ഓർത്ത് ഈ ദാനമായ ദിവസത്തിനായി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ദൈവം നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. നാം 34-ാം സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ധ്യാനാത്മകമായ ചില ചിന്തകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ അതിൽ കോറിയിട്ട് വയ്ക്കട്ടെ. വചനം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ തിരുരക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുവിൻ്റെ നാമവും നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. നമ്മളിപ്പോഴെല്ലാം ദൈവവചനം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ നമ്മളിൽ ഒരു ശുദ്ധീകരണവും ശാക്തീകരണവും ഒക്കെ നടക്കുകയാണ്. പ്യൂരിഫിക്കേഷൻ, ക്ലെൻസിങ് ആൻഡ് സ്ട്രെങ്തനിങ്, അതെല്ലാം നമ്മൾ നടക്കുന്നുണ്ട്. ദൈവവചനം അത് മധുരമാണ്, അത് നമുക്ക് പോഷണമാണ്, അത് നമുക്ക് ശക്തിയാണ്, അത് നമുക്ക് ഗൈഡ് ലൈനാണ്, ഗൈഡൻസാണ്, ഗൈഡ് ലൈനുമാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മുടെ മനസ്സിലും ചിന്തയിലും എല്ലാം അത് നമ്മൾ ധ്യാനിക്കുകയും അത് മെമ്മറൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ കൂടെയൊക്കെ ദൈവിക ആലോചനകൾ നമ്മൾ ഉൾപ്പെട്ടിരിക്കുന്ന നമ്മളായിരിക്കുന്ന മേഖലകളിൽ നമുക്ക് സഹായമായി തീരും. എല്ലാ തുറയിലും അത് ദൈവിക ജ്ഞാനം അതിൽ കൂടെ നമുക്ക് ദൈവം വിവരിച്ചു തരിക ചെയ്യും. ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെ പിന്നാമ്പുറങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ അവർക്ക് പ്രചോദനമായി തീർന്നത് പലപ്പോഴും ദൈവവചനമാണ്. ആ ദൈവവചനത്തിൽ നിന്നാണ് അവർക്ക് ഈ പ്രകൃതിയിലെ രഹസ്യങ്ങളും അല്ലെങ്കിൽ ഇതെല്ലാം മനസ്സിലാകുന്നത്. ഇപ്പോൾ ക്ലോറോഫോം കണ്ടുപിടുത്തത് ജെയിംസ് സിംസൺ, അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞ അതേ ഉൽപ്പത്തി പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനന്തരം ദൈവം ആദാമിനൊരു ഗാഢനിദ്ര വരുത്തി. അങ്ങനെ അവൻ ആ ഗാഢനിദ്ര വരുത്തിയിട്ട് അവൻ്റെ വായിൽ നിന്ന് ഹവ്വായെ സൃഷ്ടിക്കുന്നുവെന്ന്. അപ്പോൾ അന്ന് വരെയും മനുഷ്യനെ വെറുതെ ഈ മയക്കുന്ന ഇതൊന്നുമില്ല, മരവിപ്പിക്കുന്നതൊന്നുമില്ല, വെറുതെ മനുഷ്യനെ മരത്തിലുമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ പച്ചയായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ശസ്ത്രക്രിയ നടത്തുന്ന ഒരു വിധമൊക്കെയായിരുന്നു അന്ന്. എന്നാൽ അതിന് ഒരു പ്രതിവിധി എന്നാണ് ഇദ്ദേഹത്തിന് ഈ വാക്യത്തൊക്കെ ചിന്തിച്ചപ്പോൾ മനുഷ്യന് ഗാഢനിദ്ര വരുത്തിയാൽ അവൻ്റെ ഇത് ചെയ്യുക എളുപ്പമാണല്ലോ എന്ന് ചിന്തിച്ച് അതിനുള്ള ഇൻവെൻഷൻ കണ്ടുപിടുത്തത്തിൽ കൂടിയാണ് അതെല്ലാം കണ്ടുപിടിച്ചത്. അങ്ങനെ ഓരോന്നും ദൈവം ചില ഇത് കൊടുത്തിട്ട് ഈ ആവിയന്ത്രത്തിൻ്റെ പോലെ ഫ്യൂവൽ ഇപ്പോഴും കൽക്കരി ഉപയോഗിച്ച് ഓടുന്ന വാഹനങ്ങളുണ്ട്. തീവണ്ടിയൊക്കെ ആദ്യം ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരുന്നത് കൽക്കരി ഉപയോഗിച്ച് അതിന് കൽക്കരി അപ്പോൾ തീ കത്തും, വെള്ളം തിളയ്ക്കും, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആവി. ഇത് ഈ പ്രഷർ കുക്കറല്ല, അടുപ്പത്ത് ഒരു ഭക്ഷണം പാകം ചെയ്തപ്പോൾ അതിൻ്റെ ഈ തകിടിങ്ങനെ അരി എന്തോ അത് വെന്ത് കഴിഞ്ഞപ്പോൾ തിളച്ചുകൊണ്ടിരുന്നപ്പോൾ മുകളിൽ ഈ മൂടി ഇങ്ങനെ വേവർ വിറച്ചുകൊണ്ടിരുന്നു. അതിങ്ങനെ മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ. നമുക്കറിയാം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കുമ്പോൾ അതിൻ്റെ മൂടി ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ കൂടെ ഒരു എനർജി വരുന്നുണ്ടല്ലോ എന്ന് കണ്ടെത്തിയിട്ടാണ് ഈ എൻജിനിലേക്കുള്ള കണ്ടുപിടുത്തത്തിലേക്കുള്ള മുഖാന്തരമായി തീർന്നത്. അപ്പോൾ നമ്മൾ ദൈവിക ചിന്ത നമ്മൾ ഭരിക്കുമ്പോൾ എല്ലാറ്റിലും ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. നമുക്ക് 34-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. ഇതിൽ ചില സങ്കീർത്തനങ്ങൾ ഇപ്പോൾ കീ വേർഡ് അതെന്ന് ചോദിക്കും. ചില അധ്യായങ്ങൾ വായിച്ച് കീ വേർഡ് അതാന്ന് ചോദിക്കും. ഇപ്പോൾ ഈ 34-ാം സങ്കീർത്തനത്തിൽ കീ വേർഡ് അതാന്ന് ചോദിച്ചാൽ എല്ലാം കീ വേർഡാന്ന് പറയും. ഒത്തിരി കീ വേർഡ്സ് ഉണ്ട് അതിനകത്ത്. കാരണം അമർപ്രധാനമായ ആസ്വാദ്യമായ നല്ല ബലവത്തായ ചില വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് തുണിയാകുന്ന വാക്യങ്ങൾ അതിനകത്തുണ്ട്. ഇതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ദാവീദ് അബീമേലെക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയൊരു സങ്കീർത്തനമാണ്. അതായത് ശൗലിനെ ഭയന്ന് ദാവീദ് ഓടുകയാണ്. ദാവീദ് രാജാവായിട്ടില്ല, രാജാഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ രാജാവായിട്ടില്ല. ശൗല് ദാവീദിനെ എങ്ങനെയെങ്കിലും വകവരുത്താൻ നോക്കുമ്പോൾ ശൗലിൻ്റെ കയ്യിൽ പെടാതെ വണ്ണം യോനാഥിൻ്റെയൊക്കെ ഒത്താശയോടുകൂടി ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ട് പല സ്ഥലത്ത് പോകുമ്പോൾ അവസാനം ദാവീദ് ചെന്ന് പെടുന്ന ഒരു സ്ഥലമുണ്ട്. അത് ഗത്ത് രാജാവായ ആഹീഷിൻ്റെ അടുക്കൽ ചെന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ അബീമേലെക്ക് എന്ന് പറയുന്നത് എനിക്കൊന്നും അതൊരു രാജകീയ പദവി. ഫറവോ എന്ന് പറഞ്ഞ ഒരു രാജാവിൻ്റെ പേരല്ല, ഫറവോ ഫസ്റ്റ്, ഫറവോ സെക്കൻഡ് എന്നൊക്കെ പറയുന്ന പോലെ. ഇപ്പോൾ ഇവിടെ അബീമേലെക്ക് എന്ന് പറയുന്ന ആ ഒരു കിങ്ലി നെയിമിലാണ്. അതിനകത്ത് ആഹീഷ് എന്ന രാജാവാണ്. അപ്പോൾ ആ ഹെഡിങ്ങിൽ അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് വേണ്ടി വരും. ആഹീഷ് രാജാവിൻ്റെ അടുക്ക് ചെന്നിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ ദാവീദിനെ തിരിച്ചറിയാവരുത്.
കാരണം ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്നൊക്കെ അവരുടെ ഉള്ള ജനങ്ങളൊക്കെ ചിലർ കേട്ടിട്ടുണ്ട്, ഭടന്മാരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഇവൻ അതല്ലേ ദാവീദല്ലേ എന്ന് പറഞ്ഞ ഉടനെ ദാവീദിന് മനസ്സിലായി. ഉടനെ ദാവീദ് അവിടെ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയാണ്, ആക്ട് ചെയ്യുകയാണ്. ബുദ്ധിഭ്രമം നടിക്കുകയും ആഖീഷ് ആ രാജാവ് അവിടെ നിന്ന് ദാവീദിനെ ഓടിച്ചു കളയുകയാണ്. എന്നാൽ എപ്പോഴും അങ്ങനെ ചെയ്യാനല്ല, ആ ദൈവം ആ സമയത്തൊരു ബുദ്ധി കൊടുത്തു അതിന്. അങ്ങനെ ഓടിപ്പോയപ്പോൾ ചമച്ചതാണെന്നാണ് പറയുന്നത്. പക്ഷെ അതിനെക്കുറിച്ചുള്ള ഒരു സൂചനയും ഈ സങ്കീർത്തനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഇവിടെ ദൈവം വിടുവിക്കുന്ന വിടുതലിൻ്റെ ഒത്തിരി ഭാഗങ്ങളുണ്ട്, നമുക്കത് വായിക്കും. ഇവിടെ പറയുകയാണ്, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. ഇതൊരു പ്രൈസിങ് സോങ് ആണ്, ദൈവത്തെ സ്തുതിക്കുന്നതല്ല. കാരണം ആരംഭം തന്നെ അതാണ്, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലേക്ക്, എല്ലാ കാലത്തും എപ്പോഴും. ഇപ്പോൾ ഒരു വേദന വന്നു, വേദനയ്ക്ക് ദൈവത്തെ സ്തുതിച്ച് അപ്പോൾ ശത്രു ലജ്ജിച്ചു പോകും. പ്രയാസങ്ങൾ വരട്ടെ, ആ പ്രയാസത്തിന് വേണ്ടി ദൈവത്തെ സ്തുതിച്ച്. മെർലിൻ കാർഡോസിൻ്റെ ഒരു ബുക്കുണ്ട്, പ്രിസൺ ടു ദ പ്രൈസ് എന്ന് പറയും. അതായത് തടവറയിൽ നിന്നും സ്തുതിയിലേക്കെന്ന് പറയും. പ്രിസൺ ടു പ്രൈസ്, അതാണ് തടവറയിൽ നിന്നും സ്തുതിയിലേക്കെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രതികൂലത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശത്രു ലജ്ജിതനാകും, പിറുപിറുക്കുമ്പോൾ ശത്രു സന്തോഷിക്കും. കണ്ടോ, അവൻ ദൈവത്തെ തേച്ച് പിറുപിറുക്കുന്നു. അപ്പോൾ എന്ത് വന്നാലും ഒന്ന് വീണു, അയ്യോ ദൈവമേ എന്ന് പറഞ്ഞേക്കണം. എന്തെങ്കിലും മുട്ടി, അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. ആ ഒരു ഇൻറ്റിമസിയിൽ നിന്ന് വരുന്നു. എന്ത് സംഭവിച്ചാലും നമുക്ക് നമ്മുടെ വായിൽ നിന്ന് സ്തോത്രം വരും, ദൈവത്തിൻ്റെ സ്തുതി വരും. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്നല്ല, ഒരു ട്രെയിൻ ചെന്ന് ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു സ്ഥലത്ത് ചെന്ന് ട്രെയിൻ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ഒരു ട്രെയിൻ സ്റ്റേഷനിൽ. ഉടനെ ഒരു പ്രായമായൊരു വ്യക്തി മുന്നോട്ട് ആഞ്ഞു വീഴുകയാണ്. അപ്പോൾ അദ്ദേഹം ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. അദ്ദേഹം താഴത്തേക്ക് വീഴുകയാണ്. അപ്പോൾ ആൾക്കാർ ചുറ്റും ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞു. എഴുന്നേറ്റിരുന്നു. പെട്ടെന്ന് ട്രെയിൻ പെട്ടെന്ന് മുമ്പോട്ട് കുതിച്ചു. അപ്പോഴത്തേക്കും ഇദ്ദേഹം പുറകോട്ട് മറിഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഹല്ലേലൂയ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഡിവിനിറ്റി, ആ ഒരു ദൈവികതയാണ് അതിന് പ്രേരിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്താൻ സാധിക്കണം. അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നില്ല, ഇവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുകയും നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവിടെ മുഖം ലജ്ജിച്ചു പോകുന്നില്ല. ഇത് പ്രശസ്തമായൊരു വാക്യമാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയെന്നില്ല. എപ്പോഴും അവങ്കിലേക്ക് നോക്കണം. ഏത് പ്രതിസന്ധികളെ അവനിലേക്ക് നോക്കണം, പ്രതികൂലത്തിൽ അവനിലേക്ക് നോക്കണം, സഹായത്തിൻ്റെ സമയങ്ങൾ അവനിലേക്ക് നോക്കണം, അനുഗ്രഹത്തിൻ്റെ സമയങ്ങൾ അവങ്കിലേക്ക് നോക്കണം. അപ്പോൾ നമ്മൾ പ്രകാശിതരാകുകയാണ്. എന്നിട്ട് പിന്നെ പറയുകയാണ്, എന്നാണ്, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കിട്ടുവാൻ സകല കഷ്ടങ്ങളിൽ നിന്ന് അവനെ വിടുവിച്ചു. 2 സ്ഥലങ്ങൾ, ഒന്ന് ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു, 2 കഷ്ടങ്ങളിൽ നിന്നും അവൻ രക്ഷിച്ചു. ഭയവും, ഈ ഭയം എന്നൊക്കെ പറയുന്നത് അത്ര വലിയ മനുഷ്യനും അവൻ ചില കാര്യങ്ങൾ ഭീരുവാണവൻ, ചില കാര്യങ്ങൾ ഭയമാണ്. ചില വളരെ ശക്തരായിരിക്കും, ഭ്രാന്തകാരത്തെ പേടിയായിരിക്കും, ഇരുട്ടിലിറങ്ങാൻ പേടിയായിരിക്കും. അങ്ങനെ പലതിനെയും പേടിയുണ്ട്. ഫോബിയാസ് എന്ന് പറയാം നമ്മളതിൻ്റെ, അല്ലേ, പേര് പറയും. ഇവിടെ പറയുകയാണ്, ഭയങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കുന്നൊരു ദൈവം, കഷ്ടങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കുന്നൊരു ദൈവം. ഇനി 7ാമത്തെ വാക്യം പറയും, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമറിഞ്ഞ് അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവൻ, രുചിച്ചെറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമറിഞ്ഞ് അവരെ വിടുവിക്കുന്നു. ഒത്തിരി സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടത്. ഒത്തിരി പേരെ, ദൈവവേലക്കാരെ, മിഷണറിമാരെയൊക്കെ ആക്രമിക്കാൻ ചെന്നപ്പോൾ അവരുടെ കൂടാരത്തിന് ചുറ്റും ദൈവീയ കാവലുണ്ടായിരുന്ന അനേകർ സാക്ഷിക്കുന്നത്. പിന്നീട് ചിലരൊക്കെ വന്ന് അന്വേഷിച്ചുകൊണ്ട്, നിങ്ങളുടെ ഈ ഗാർഡ് ഇവർ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെന്ന് നമുക്കറിയാം. ചില സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടല്ലോ, അവർ ചില കാറ്റഗറിയിൽപ്പെട്ട ഇസഡ് കാറ്റഗറി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ചിലരും ചോദിക്കും, നിങ്ങളുടെ കാറ്റഗറി ഏതിൽപ്പെട്ടതാണ്? കാരണം അവർ കണ്ടിട്ടില്ല ഇതുവരെ ഇത്രയും മഹനീയമായ ഈ സംരക്ഷണ വലയം എന്ന് പറയുന്നത്. അതൊക്കെ ദൈവികത്തിൻ്റെ കരുതലായിരുന്നു കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളറിയാതെ നമ്മൾ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റേത്. ഇനി പറയാണ്, ഇനി മറ്റേ 8ാമത്തെ വാക്യം, യഹോവ നല്ലവന് രുചിച്ചറിവിന് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഒരു കൽക്കരി ഖനിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി, വളരെ ഭക്തനായ ഒരു മനുഷ്യനാണ്, ദൈവവിശ്വാസിയാണ്, രക്ഷയുടെ അനുഭവമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ കൂട്ടുകാരൻ ചോദിക്കുക, നീ ക്രിസ്ത്യാനിയാണെന്ന്, രക്ഷയ്ക്കപ്പെട്ടു എന്ന് നിനക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ അവർ ടീ ബ്രേക്കിൽ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ചായയിൽ മധുരമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാലോ, ഐ നോ ഇറ്റ്, എനിക്കറിയാതെ. ഇതാണ് ദൈവിക അനുഭവം, എനിക്കറിയാം. അപ്പോൾ അത് മറ്റുള്ളവരിലേക്കും അത് പകർന്നുകൊള്ളും. ഇവിടെ പറയാം, നമുക്ക് ആ ഒരു അറിവാണ്. യഹോവ നല്ലവൻ, ടേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്, രുചിച്ചറിവീൻ. ഈ പഞ്ചസാരയെക്കുറിച്ച് എത്ര വിവരിച്ചാലും നമുക്ക് മധുരം കിട്ടത്തില്ലല്ലോ. നല്ലൊരു തുരി എടുത്ത്
നമ്മുടെ നാവിൽ വെച്ചാൽ വി ക്യാൻ ടേസ്റ്റ് ഇറ്റ്, നമുക്കതിനെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ദൈവം നമ്മുടെ അനുഭവമായിട്ട് മാറട്ടെ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിനെ, ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ബാലസിംഹങ്ങൾ മേരുകെട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. മക്കളെ വന്ന് എനിക്ക് ചെവിതരുവീൻ, യഹോവയുടെ ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണുന്നതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാര്? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ ആദരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ഇവിടെ പറയാ, ജീവൻ ആഗ്രഹിച്ചോ, ദീർഘായുസ് കാണോ, ദോഷം ചെയ്യുന്നതിന് നാവിനെയും വ്യാജം പറയാതെ, ദോഷം ചെയ്യരുത്, വ്യാജം പറയരുത്, നുണ പറയരുതെന്ന്. അത് ക്ഷണനേരത്തേക്കുള്ള ആദരം, അത് ശാശ്വതമല്ല. ഇനി സത്യം പറയുന്നതിനും എന്നേക്കുമുള്ളതാണ്. ഇനി പറയാം, യഹോവയുടെ കണ്ണ്, 15-ാമത്തെ വാക്യം, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ദാവീദിനെ മാത്രമല്ല, ദാവീദ് പിന്നെ സാക്ഷിച്ചുകൊണ്ട് പറയുക, നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. തുടർന്നവിടെ പറയുന്നത്, എന്നാ ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് അനേകർ സമീപസ്ഥരല്ല. ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ സ്നേഹിതരെന്ന് ഉറ്റ സ്നേഹിതർ പോലും മാറിപ്പോകും. യോബിൻ്റെ ജീവിതാനുഭവം നമുക്ക് കാണാം അല്ലെ. പ്രിയപ്പെട്ടവർ, കൂടപ്പിറന്നവർ പോലും മാറിപ്പോയി. എന്നാൽ അവിടെയും മാറാത്ത നമ്മളോട് കൂടിയിരിക്കുന്ന ദൈവമാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിനും യഹോവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോവുകയില്ല. അത് കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 20-ാമത്തെ വാക്യം. മറ്റത് നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അതെല്ലാറ്റിനും യഹോവനെ വിടുവിക്കുന്നു. അനർത്ഥങ്ങളൊക്കെ വന്നെന്നിരിക്കും, പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ വന്നെന്നിരിക്കും. എന്നാൽ അതിനെയൊക്കെ അതിജീവിക്കാൻ ദൈവത്തിൻ്റെ കൃപ മതിയായതാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യം മതിയായതാണ്. 21-ാമത്തെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നു, ശിക്ഷ അനുഭവിക്കും. ദൈവഭക്തരായവരെ ഉപദ്രവിക്കുമ്പോൾ, കളിയാക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോഴൊന്നും സംഭവിക്കില്ലല്ലോ എന്ന്. എന്നാൽ അതിൻ്റെ പ്രതിഫലനങ്ങൾ, അതിൻ്റെ തിരിച്ചടികൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വരും. അതുകൊണ്ട് അതിനെ അനുദപിക്കാനായിട്ട് സാധിക്കണം. ഇവിടെ പറയാം, അങ്ങനെ ഒരിക്കലും ചെയ്യാതെ. ഇവിടെ പറയാം, യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. റോമർക്കെഴുതിയ 8-ാം അധ്യായത്തിലൊരു വാക്യമാണ്, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ നമ്മുടെ പാപങ്ങളും തിന്മകളും എല്ലാം ദൈവം മറയ്ക്കുകയാണ്. അവൻ്റെ തിരുരക്തത്താൽ നമ്മൾ കഴുകുകയാണ്, അവൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കുകയാണ്, നമ്മളെ വെടിപ്പാക്കി, നമ്മളെ ഒരു തെറ്റും ചെയ്യാത്തതുപോലെ നമ്മൾ എണ്ണുകയാണ്. അങ്ങനെയാണ് പിതാവാൻ ദൈവം നമ്മളെ എണ്ണുന്നത്. കാരണം പുത്രൻ്റെ യാഗമുഖാന്തരം, ത്രൂ ദ സാക്രിഫിഷ്യൽ ലവ് ഓഫ് ക്രൈസ്റ്റ്, യേശുക്രിസ്തുവിൻ്റെ യാഗത്തിൽ കൂടെയാണ് പിതാവാൻ ദൈവം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നത്. അല്ലാതെയല്ല, നമ്മുടെ സ്വന്തം നീതിയല്ല. പുത്രൻ നമ്മുടെ പാപങ്ങളെല്ലാം വഹിച്ച് നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയിച്ചു, നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ കഴിവും, നമ്മളെ വിശുദ്ധീകരിക്കുന്നു. ഇവരുടെ പാപം ക്ഷമിക്കണമേ എന്ന് ദൈവസ്ഥനെ ഇപ്പോഴും നമുക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. അതുകൊണ്ട് ആ ദൈവത്തെ നമുക്ക് ആശ്രയിക്കാം, അവനും നമുക്ക് സങ്കേതപ്പെടാം. അവനെന്നും നമുക്ക് കൂട്ടായിരിക്കും. നമുക്കവനെ എല്ലാറ്റിലും ദൈവത്തെ സ്തുതിക്കാം. കഷ്ടതകൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ദൈവത്തെ സ്തുതിച്ച് നമുക്ക് ശത്രു ലജ്ജിതനായി മാറിപ്പോവും. ആ പ്രശ്നവും തീരുവതോടുകൂടി. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ മനോഹരമായ ഒരു ദിവസത്തിനായി, ഈ സങ്കീർത്തനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. നല്ലവൻ്റെ രുചിച്ചറിവിന് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാനും. തിരുവഴുത്തിൻ പ്രകാരപ്പാ അങ്ങേ രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും അല്പമായിട്ടോ എങ്ങനെയോ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്. അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ, ധ്യാനിക്കുവാൻ, കഴിഞ്ഞ കാലങ്ങളിലെ ദൈവജത ഉപകാരങ്ങൾ ഓർക്കുവാൻ, അങ്ങേ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് പ്രതരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും നടത്തിക്കൊണ്ട് നല്ല വഴികൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇത്ര മനോഹരമായി ഞങ്ങൾ സംരക്ഷിക്കുന്ന അവിടെ സേവകാത്മാക്കൾ, ഗാർഡിയൻ ഏഞ്ചൽസ് ഞങ്ങൾക്കുണ്ട് എന്നാണ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എപ്പോഴും ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. എന്തു വന്നാലും എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തട്ടെ. നിൻ്റെ സ്തുതി എപ്പോഴും ഞങ്ങളുടെ നാവന്മേലിരിക്കട്ടെ. അപ്പോൾ നിന്നോട് നിലവിളിക്കുമ്പോൾ ഭയമോ പ്രയാസമോ എല്ലാറ്റും ഞങ്ങളെ വിട്ടുവയ്ക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുള്ളതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദോഷം ചെയ്യാതെ ഞങ്ങളുടെ നാവിനെയും വ്യാജം പറയാതെ അതരത്തെയും കാത്തുകൊള്ളണമേ. സത്യത്തിന് വേണ്ടി നിലകൊള്ളാൻ, സത്യത്തിൻ്റെ സാക്ഷിയായിരിക്കാൻ യേശുവെ അവിടെ നിങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനായ ദൈവം, മനസ്സകർന്നവർ രക്ഷിക്കുന്ന ദൈവം, ഞങ്ങൾ മറ്റുള്ളവർക്ക് അങ്ങനെയായിരിക്കാൻ, അവിടുത്തെ ഉപകരണമായിരിക്കാൻ, അവിടുത്തെ കരങ്ങളിലെ ആയുധങ്ങളായിരിക്കാൻ, അവിടുത്തെ ഉപയോഗപ്രദമായ പാത്രങ്ങളായിരിക്കാൻ ഞങ്ങളോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥന ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ, തിരു രക്തത്താൽ ശുദ്ധീകരിക്കണമേ, തിരുകൃപയാൽ പൊതിയണമേ, തിരു സാന്നിധ്യത്താൽ മറയ്ക്കണമേ.
അപ്പോൾ നിന്നെ ശരണമാക്കുന്നവർ ആരും ശിക്ഷ അനുഭവിക്കുകയില്ല എന്നുള്ള വാഗ്ദത്തത്തിനായി സ്തോത്രം. ഇതുവരെയുന്ന നല്ല കൃപയ്ക്കായ സ്തുതി. തുടർന്ന് കൃപയെ ഞങ്ങളെ പൊതിയണം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫലമേൽപ്പിക്കുന്നു. തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമം മഹത്വപ്പെടുവാനായിട്ട് തന്നെ. ആമേൻ.